വെൽക്കം ടു ദ്വാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടണം. എന്നിട്ട് 1 സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും ആഡ് ചെയ്യണം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ നന്നായി പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് നന്നായി വെന്ത് കിട്ടണമെങ്കിൽ ഈ വിനാഗിരിയിൽ കുറച്ച് നേരം കിടന്നാലേ അത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഒരു അരമണിക്കൂർ മാക്സിമം പോയാൽ 1 മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ തന്നെ വിനാഗിരിയിൽ നന്നായി ഡിപ്പ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി 1 സ്പൂൺ കോൺഫ്ലവർ പൗഡറും 1 സ്പൂൺ ഉപ്പ്, പിന്നെ 2 സ്പൂൺ മൈദയാണിത്, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചതും കുരുമുളക് പൊടിയുമാണ്. കുറച്ച് നാരങ്ങ നീരും വേണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉതിർത്ത് വെച്ച ചിക്കൻ നമ്മൾ നന്നായി പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച എല്ലാ പൊടികളും അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതൊരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാല പുരണ്ട് വരുന്നത് വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു 3 മണിക്കൂറെങ്കിലും മാക്സിമം റെഫ്രിജറേറ്ററിൽ വെക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അതിന് ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം വെച്ചാൽ എഗ് വൈറ്റ് വേണം, കോൺഫ്ലേക്സ് പൊടിച്ചത് കുറച്ച് ആവശ്യമുണ്ട്, പിന്നെ നമുക്കതിലേക്ക് ഡിപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സ്പൂൺ മൈദ ഇടാം. അതിനുശേഷം 2 സ്പൂൺ കോൺഫ്ലവർ പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. അതിനുശേഷം കുറച്ച് കുരുമുളകും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ പീസ് ചിക്കൻ എടുത്ത് ഈ മൈദയുടെ കൂട്ടിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചിക്കനെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന എഗ് വൈറ്റില്ലേ അതിലേക്ക് ഡിപ്പ് ചെയ്യാം. അതൊന്ന് എല്ലാ ഭാഗവും ഡിപ്പ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലെക്സ് പൊടിയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ പീസുകളും ഇതുപോലെ നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ബ്രോസ്റ്റിൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിരിച്ചും മറിച്ചും ഇട്ട് പാകമായ ഒരു അടുപ്പെടുത്ത് മൂടി വെച്ച് നന്നായി മുരിച്ച് വേവിച്ചെടുക്കുക. ഏകദേശം ഈ പാകമാവുമ്പോൾ നമുക്ക് അത് തീയിൽ നിന്ന് എടുക്കാം. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.